സാറ് പറഞ്ഞതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. അങ്ങക്ക് ഈ പറയുന്ന വികസന വിഷയത്തിൽ, അഴിമതി വിഷയത്തിൽ ഒക്കെ അങ്ങക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ചർച്ചയ്ക്ക് വിളിക്കുക. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയ്ക്ക് എവിടെ വേണമെങ്കിലും വന്ന് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. ഒന്ന്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. രണ്ട്, അങ്ങ് പറഞ്ഞു മനുഷ്യർക്ക് മനസ്സിലാകും വിഷയമെന്ന് പറഞ്ഞു. സാറേ, സംഭാലിലെ വിഷയം എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആ വിഷയത്തിൽ ഊന്നി നിന്ന് ചർച്ച നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. സംഭാലിലെ വിഷയം, സംഭാലിലെ ആ പറയുന്ന സ്ട്രക്ചർ, അത് മസ്ജിദ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, മസ്ജിദ് എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നത്. ആ മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം ASI 1920 നോട്ടിഫിക്കേഷനോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, അതുകൊണ്ട് തന്നെ അതിന് ബാധകമാകില്ല എന്നുള്ള കാര്യം ആ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അങ്ങ് വായിച്ചിട്ട് വളരെ റോങ് ആയിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പറയുന്നതനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, പകരം കോടതിയാണ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ കോടതികൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കും. അവിടെ ദയവ് ചെയ്ത് അങ്ങ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ഇവിടെ 1920 ശേഷം ഇങ്ങോട്ട് ഈ പറയുന്ന ASIയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ നിയമം പാലിക്കണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ വാദം. ഈ പറയുന്ന ASIയുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നിടത്ത് ഏത് തരത്തിലാണ് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നത്, എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ASIയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ASIയുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള അനുവാദം പോലും തരുന്നില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. അവിടെ അവർക്ക് തോന്നുന്ന തലത്തിലുള്ള ഡെവലപ്മെന്റുകൾ നടത്തുകയാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ വരെ ഉപയോഗിച്ചിട്ട് അവിടെ ഈ പറയുന്ന പോലെ മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള കാര്യങ്ങൾ വരെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനൊന്നും ഇല്ലേ? സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റും ഈ പറയുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അവിടെ ഒരു ഹിന്ദുക്കളും പോയി കലാപത്തിന് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. സംഘപരിവാർ സംഘടനകൾ ആരും തന്നെ കലാപത്തിന് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. നവംബർ 19 അവിടെ ഫസ്റ്റ് റൗണ്ട് സർവേ നടത്തി. 2 വിഭാഗത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു. വളരെ സമാധാനമായിട്ട് അവിടെ സർവേ നടന്നു. നവംബർ 24 സർവേ നടത്താൻ പോകുമ്പോൾ ഈ പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ MP-യുടെ നേതൃത്വത്തിൽ ഒരു ഗ്യാങ് വന്നിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തലത്തിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആ കാര്യത്തിൽ നിങ്ങൾ ആരും ആ ഫാക്റ്റിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കാരണം നിങ്ങൾക്ക് ആർക്കും അത് ചർച്ച ചെയ്യേണ്ട. സ്വാഭാവികമായിട്ട് അവിടെ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്യൂ എന്താണ്? ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നത് ASIയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ASIയുടെ പ്രതിനിധികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് അവിടെ പോകുവാനോ അവിടെ ഇൻസ്പെക്ഷൻ നടത്തുവാനോ ഉള്ള അവകാശം ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഈ പറയുന്ന ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക്, സംഘർഷത്തിന്റെ സാധ്യതകളിലേക്ക് അത് പോയിരിക്കുന്നത്. ഇതിന് നിങ്ങൾ വെറുതെ സംഘപരിവാറിന്റെ നെഞ്ചത്തേക്ക്, BJPയുടെ നെഞ്ചത്തേക്ക്, അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ നെഞ്ചത്തേക്ക് ഇതിന്റെ അകത്തോട്ടൊന്നും കയറിയിട്ട് യാതൊരു കാര്യമില്ല സാറേ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.